നിങ്ങൾക്കറിയുമോ, ജീവിതശൈലി രോഗങ്ങളെ നിങ്ങളുടെ ശീലങ്ങളിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ കൺട്രോൾ ചെയ്യാമെന്ന്? നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ ഷുഗർ ബോർഡർ ലൈനാണ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലുണ്ട്, നിങ്ങൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം, BP കൂടുതലാണ്, ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും ഇതോടെ അവരുടെ ജീവിതം തീർന്നുവെന്ന്, ഇനി മരുന്നിൻ്റെ പുറത്ത് വേണം ജീവിക്കാനെന്ന്. അങ്ങനെ കരുതുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ പലർക്കും അറിയില്ല അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ഈ രോഗങ്ങളെയൊക്കെ കൺട്രോളിലാക്കാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തണം. ഡെയിലി നമ്മൾ എക്സർസൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കുന്നതും അതുപോലെ നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നതും സ്ലീപ്പ് കറക്റ്റാക്കുന്നതും ഒക്കെ ഇതിനകത്ത് വരും. കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് പതുക്കെ പതുക്കെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ശീലങ്ങൾ തുടങ്ങിക്കഴിയുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആവുമ്പോൾ ബോഡിയും അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെ അതിനെ കൺട്രോളിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതിന് ആദ്യം വേണ്ടുന്നത് നിങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോഗ്യത്തിലേക്ക് എത്തണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ, ഒരു സ്റ്റെപ്പ് ഇന്ന് വെച്ചാൽ അത് നാളത്തെ ആരോഗ്യമാണ്. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. തീരുമാനം ഇന്നെടുക്കൂ. നിങ്ങൾക്കതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.